കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പോഷക സമൃദ്ധവും രുചികരവുമായ ഉച്ചഭക്ഷണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്കൂൾ ഉച്ചഭക്ഷണ മെനുവിൽ സമഗ്രമായ പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഒരു വിദഗ്ധ സമിതിയുടെ വിശദമായ പഠനത്തിനും ശുപാർശകൾക്കും ശേഷമാണ് ഈ മാറ്റങ്ങൾ നടപ്പിലാക്കുന്നത്. ചൊവ്വാഴ്ച പുറത്തിറക്കിയ പത്രക്കുറിപ്പിലൂടെയാണ് മന്ത്രി ഈ വിവരങ്ങൾ പൊതുജനങ്ങളെ അറിയിച്ചത്. കുട്ടികളുടെ ആരോഗ്യവും പഠന നിലവാരവും മെച്ചപ്പെടുത്തുന്നതിൽ ഭക്ഷണത്തിനുള്ള പ്രാധാന്യം കണക്കിലെടുത്താണ് ഈ പുതിയ സമീപനം. കാലക്രമേണ സ്കൂൾ ഉച്ചഭക്ഷണ മെനുവിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തേണ്ടത് അത്യാവശ്യമാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിരുന്നു. കുട്ടികളുടെ വളർച്ചയ്ക്കും വികാസത്തിനും ആവശ്യമായ എല്ലാ പോഷകങ്ങളും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക, ഭക്ഷണത്തിൽ വൈവിധ്യം കൊണ്ടുവരിക, പ്രാദേശികമായി ലഭ്യമായതും ആരോഗ്യകരവുമായ ഭക്ഷ്യവസ്തുക്കൾ പ്രോത്സാഹിപ്പിക്കുക എന്നിവയെല്ലാം ഈ പരിഷ്കരണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളാണ്. ഒരേ തരം ഭക്ഷണം ആവർത്തിച്ച് നൽകുന്നത് കുട്ടികളിൽ മടുപ്പുണ്ടാക്കാനും പോഷകങ്ങളുടെ അഭാവത്തിനും കാരണമായേക്കാം. ഇത് മുന്നിൽ കണ്ടാണ് മെനുവിൽ പുതുമ കൊണ്ടുവരാൻ തീരുമാനിച്ചത്. സാധാരണ ചോറിന് പകരം ആഴ്ചയിൽ ഒരു ദിവസം വെജിറ്റബിൾസ്, ഫ്രൈഡ് റൈസ്, ലെമൺ റൈസ്, വെജ് ബിരിയാണി തുടങ്ങിയ വ്യത്യസ്തതയാർന്ന ചോറ് വിഭവങ്ങൾ ഉൾപ്പെടുത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് പുതിയ രുചികൾ പരിചയപ്പെടുത്താനും ഭക്ഷണത്തോടുള്ള അവരുടെ താല്പര്യം വർദ്ധിപ്പിക്കാനും സഹായിക്കും. കേവലം വയറ് നിറയ്ക്കുക എന്നതിലുപരി ഭക്ഷണം ഒരു സന്തോഷകരമായ അനുഭവമാക്കി മാറ്റുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഈ വിഭവങ്ങൾ തയ്യാറാക്കുമ്പോൾ സാധാരണ അരിക്ക് പകരം ഫോർട്ടിഫൈഡ് അരി ഉപയോഗിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഫോർട്ടിഫൈഡ് അരിയിൽ ഇരുമ്പ്, ഫോളിക് ആസിഡ്, വിറ്റാമിൻ B12 തുടങ്ങിയ സൂക്ഷ്മ പോഷകങ്ങൾ ചേർക്കുന്നതിനാൽ ഇത് കുട്ടികളിലെ പോഷകാഹാരക്കുറവ് പരിഹരിക്കാൻ ഏറെ സഹായിക്കും. ഈ ചോറ് വിഭവങ്ങളോടൊപ്പം കൂട്ടുകറി, കുറുമ പോലുള്ള ഏതെങ്കിലും വെജിറ്റബിൾ കറികളും നൽകണമെന്നും നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇത് പോഷകങ്ങളുടെ സന്തുലിതാവസ്ഥ ഉറപ്പാക്കും. മെനുവിലെ കറികളിൽ ഉപയോഗിക്കുന്ന പച്ചക്കറികൾ വൈവിധ്യം കൊണ്ടുവരാൻ പ്രത്യേക ശ്രദ്ധ നൽകിയിട്ടുണ്ട്. ഒരു ദിവസത്തെ കറികളിൽ ഉപയോഗിക്കുന്ന പച്ചക്കറികൾക്ക് ബദലായി മറ്റു പച്ചക്കറികൾ നൽകേണ്ടതാണെന്ന് വിദഗ്ധ സമിതി നിർദ്ദേശിച്ചു. ഉദാഹരണത്തിന് തക്കാളി ഉപയോഗിക്കുന്നില്ലെങ്കിൽ അതിനു പകരം പോഷക ഗുണമുള്ള മറ്റൊരു പച്ചക്കറി ഉൾപ്പെടുത്താം. ഇലക്കറി വർഗ്ഗങ്ങൾ കറികളായി ഉപയോഗിക്കുമ്പോൾ അവയിൽ പയർ വർഗ്ഗങ്ങളോ പരിപ്പ് വർഗ്ഗങ്ങളോ ചേർക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഇത് കറികളുടെ പോഷക മൂല്യം വർദ്ധിപ്പിക്കും. പ്രത്യേകിച്ചും പ്രോട്ടീന്റെ അളവ് കൂട്ടാൻ ഇത് സഹായിക്കും. പ്രോട്ടീൻ കുട്ടികളുടെ പേശി വളർച്ചയ്ക്കും മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും അത്യന്താപേക്ഷിതമാണ്. വിദഗ്ധ സമിതിയുടെ അഭിപ്രായത്തിൽ പച്ചക്കറിക്ക് ബദലായി മാസത്തിൽ 1-2 ദിവസങ്ങളിൽ മൈക്രോ ഗ്രീൻസ് മെനുവിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ചെറുപയർ, ഉലുവ, കടല തുടങ്ങിയവ മുളപ്പിച്ച് ചെറിയ ഇലകളുള്ള അവസ്ഥയിൽ ഉപയോഗിക്കുന്നതാണ് മൈക്രോ ഗ്രീൻസ്. ഇവയിൽ സാധാരണ പച്ചക്കറികളേക്കാൾ കൂടുതൽ പോഷകങ്ങൾ, പ്രത്യേകിച്ചും വിറ്റാമിനുകളും ധാതുക്കളും അടങ്ങിയിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് പുതിയ പോഷക സ്രോതസ്സുകൾ ലഭ്യമാക്കാൻ സഹായിക്കും. കൂടാതെ നാടൻ രുചികൾ തിരികെ കൊണ്ടുവരാനും പോഷകങ്ങൾ വർദ്ധിപ്പിക്കാനും പുതിന, ഇഞ്ചി, നെല്ലിക്ക, പച്ചമാങ്ങ എന്നിവ ചേർത്ത് തയ്യാറാക്കുന്ന ചമ്മന്തി നൽകുന്ന കാര്യം പരിഗണിച്ചിട്ടുണ്ട്. ഈ ചമ്മന്തി വെജ് റൈസ്, ബിരിയാണി, ലെമൺ റൈസ് എന്നിവയുടെ കൂടെ തൊടുകറിയായി വിളമ്പാവുന്നതാണ്. ഇത് ഭക്ഷണത്തിന് ഒരു പ്രത്യേക രുചി നൽകുകയും ദഹനത്തിനും പ്രതിരോധശേഷിക്കും സഹായകമാവുകയും ചെയ്യും. നെല്ലിക്ക വിറ്റാമിൻ സിയുടെ കലവറയാണ്. ഇഞ്ചി ദഹനത്തിന് ഉത്തമമാണ്. പുതിന ഉന്മേഷം നൽകും. കൂടാതെ നമ്മുടെ പരമ്പരാഗത ഭക്ഷണശീലങ്ങളുടെ ഭാഗമായിരുന്ന ചെറുധാന്യങ്ങളുടെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് അവ മെനുവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റാഗി പോലുള്ള ചെറുധാന്യങ്ങൾ ഉയർന്ന പോഷകമൂല്യമുള്ളവയാണ്. റാഗി ഉപയോഗിച്ച് റാഗി ബാൾസ്, മിതമായ അളവിൽ ശർക്കരയും തേങ്ങയും ചേർത്ത് റാഗി കൊഴുക്കട്ട, ഇലയട, അവൽ കുതിർത്തത്, പാൽ ഉപയോഗിച്ച് കാരറ്റ് പായസം, റാഗിയോ മറ്റ് മില്ലറ്റുകളോ ഉപയോഗിച്ചുള്ള പായസം എന്നിവ പുതിയ മെനുവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചെറുധാന്യങ്ങളിൽ ഫൈബർ, പ്രോട്ടീൻ, കാൽസ്യം, ഇരുമ്പ് തുടങ്ങിയ ധാതുക്കൾ എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇത് കുട്ടികളിലെ എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്കും വിളർച്ച തടയുന്നതിനും ഏറെ സഹായകമാണ്. പായസവും കൊഴുക്കട്ടയും പോലുള്ള വിഭവങ്ങൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നതിനാൽ പോഷക ഗുണമുള്ള ഭക്ഷണം അവർക്ക് സന്തോഷത്തോടെ കഴിക്കാൻ ഇത് പ്രോത്സാഹനം നൽകും. അതോടൊപ്പം പുതിയ നിർദ്ദേശങ്ങൾ പ്രകാരം 20 ദിവസത്തെ മെനുവിൽ 1-ാം ദിവസം ചോറ്, കാബേജ് തോരൻ, സാമ്പാർ, 2-ാം ദിവസം ചോറ്, പരിപ്പ് കറി, ചീരത്തോരൻ, 3-ാം ദിവസം ചോറ്, കടല മസാല, കോവയ്ക്കാ തോരൻ, 4-ാം ദിവസം ചോറ്, ഓലൻ, ഏത്തയ്ക്കാ തോരൻ, 5-ാം ദിവസം ചോറ്, സോയാ കറി, ക്യാരറ്റ് തോരൻ, 6-ാം ദിവസം ചോറ്, വെജിറ്റബിൾ കുറുമ, ബീട്രൂട്ട് തോരൻ, 7-ാം ദിവസം ചോറ്, തീയൽ, ചെറുപയർ തോരൻ, 8-ാം ദിവസം ചോറ്, എരിശ്ശേരി, മുതിര തോരൻ, 9-ാം ദിവസം ചോറ്, പരിപ്പ് കറി, മുരിങ്ങയില തോരൻ, 10-ാം ദിവസം ചോറ്, സാമ്പാർ, മുട്ട അവിയൽ,
11-ാം ദിവസം ചോറ് പൈനാപ്പിൾ പുളിശ്ശേരി കൂട്ടുകറി. 12-ാം ദിവസം ചോറ് പനീർ കറി ബീൻസ് തോരൻ. 13-ാം ദിവസം ചോറ് ചക്കക്കുരു പുഴുക്ക് അമരയ്ക്ക തോരൻ. 14-ാം ദിവസം ചോറ് വെള്ളരിക്ക പച്ചടി വൻപയർ തോരൻ. 15-ാം ദിവസം ചോറ് വെണ്ടയ്ക്ക മപ്പാസ് കടല മസാല. 16-ാം ദിവസം ചോറ് തേങ്ങാ ചമ്മന്തി വെജിറ്റബിൾ കുറുമ. 17-ാം ദിവസം ചോറ് അല്ലെങ്കിൽ എഗ് ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ വെജിറ്റബിൾ മോളി. 18-ാം ദിവസം ചോറ് അല്ലെങ്കിൽ ക്യാരറ്റ് റൈസ് കുരുമുളക് മുട്ട റോസ്റ്റ്. 19-ാം ദിവസം ചോറ് പരിപ്പ് കുറുമ അവിയൽ. 20-ാം ദിവസം ചോറ് അല്ലെങ്കിൽ ലെമൺ റൈസ് കടല മസാല. ഈ മെനു പരിശോധിച്ചാൽ ഓരോ ദിവസവും വ്യത്യസ്തമായ കറികളും തോരനുകളും ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാണാം. ഇത് കുട്ടികൾക്ക് എല്ലാത്തര പോഷകങ്ങളും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനാണ്. പയർവർഗ്ഗങ്ങൾ, ഇലക്കറികൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ, മുട്ട, പനീർ, സോയ തുടങ്ങിയ പ്രോട്ടീൻ സമ്പുഷ്ടമായ ഭക്ഷ്യവസ്തുക്കൾ എന്നിവയെല്ലാം മെനുവിൽ പ്രാധാന്യത്തോടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ മെനു പരിഷ്കരണത്തിലൂടെ നിരവധി ഗുണങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. പോഷകാഹാര നിലവാരം മെച്ചപ്പെടുത്തൽ, വൈവിധ്യമാർന്ന ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുന്നതിലൂടെ കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ മാക്രോ സൂക്ഷ്മ പോഷകങ്ങളും ലഭിക്കുന്നത് ഉറപ്പാക്കുന്നു. ഇത് കുട്ടികളിലെ പോഷകാഹാരക്കുറവ്, വിളർച്ച തുടങ്ങിയ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാൻ സഹായിക്കും. അതോടൊപ്പം ചെറുധാന്യങ്ങൾ, പച്ചക്കറികൾ, പയറുവർഗ്ഗങ്ങൾ തുടങ്ങിയവ ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ മെനുവിൽ ഉൾപ്പെടുത്തുന്നത് കുട്ടികളിൽ ചെറുപ്പം മുതലേ നല്ല ഭക്ഷണശീലങ്ങൾ വളർത്താൻ സഹായിക്കും.